ശബ്ദരേഖാ വിവാദത്തിൽ പ്രതികരിച്ച ബിനോയ് വിശ്വം, ഞാൻ അറിയുന്ന നേതാക്കൾ അങ്ങനെ പറയില്ല, പാർട്ടിയുടെ അച്ചടക്കത്തെ ലംഘിക്കുന്നവർ അല്ല അവരെന്നും മാപ്പ് പറഞ്ഞ കാര്യം തനിക്ക് അറിയില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതിനിടെ CPI എറണാകുളം മണ്ഡലം സമ്മേളനത്തിൽ ബിനോയ് വിശ്വവും CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും ഒരേ വേദിയിൽ എത്തുകയും ചെയ്തു. ഒരിക്കലും ഞാൻ അറിയുന്ന ദിനകരനോ അറിയുന്ന കമലയോ അങ്ങനെ പറയില്ല. ഞങ്ങളെല്ലാം തമ്മിൽ എപ്പോഴും നല്ല ബന്ധമുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുണ്ട്, കമ്മ്യൂണിസ്റ്റ് സ്നേഹബന്ധങ്ങളുണ്ട്. പാർട്ടിക്ക് പ്രതിസന്ധി ഒരുപാട് കൊല്ലങ്ങളായിട്ട് പാർട്ടി അറിയുന്നവരാണ് അവരൊന്നും പാർട്ടിയുടെ അച്ചടക്കത്തെയോ പാർട്ടി മൂല്യങ്ങളെയോ ലംഘിച്ചുകൊണ്ട് ഒരിഞ്ച് പോകുന്നവരല്ല. ഇതേപ്പറ്റി എന്തെല്ലാം പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഒറ്റ വാക്ക് വേറെയില്ല. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ വിഷയം, അതായത് പാർട്ടി നേതൃത്വം പരിശോധിക്കും എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. അതിനിടയിലാണല്ലോ ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് അങ്ങനെ ഒന്നിനെക്കുറിച്ച് അറിയില്ല എന്ന്. എന്താണ് സാഹചര്യം? അഭിലാഷ്, ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മുൻ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി എന്ന P രാജുവിന്റെ മരണത്തെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ തന്നെ ഉയർന്നു വന്നിരുന്നു. അവരുടെ കുടുംബം തന്നെ അത് ഉന്നയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇടയാക്കാനുണ്ടായ സാഹചര്യത്തിൽ ആ പാർട്ടി അത് അന്വേഷണം നടത്തുകയും ഇവിടെ ജില്ലയിലെ ചില നേതാക്കൾക്കെതിരെ നടപടിക്കടക്കം ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അത് ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല. ഇത് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല, അത് ബിനോയ് വിശ്വം അത് നടപ്പാക്കേണ്ടതാണ്, അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടപ്പാക്കാതിരുന്ന നടപടിയെ വിമർശിക്കുകയായിരുന്നു എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും ഒപ്പം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ കമലാ സദാനന്ദനും ബിനോയ് വിശ്വം എന്തുകൊണ്ട് അത്തരം നടപടികൾ എടുക്കുന്നില്ല എന്ന് വിമർശിക്കുകയും ബിനോയ് വിശ്വം കാര്യപ്രാപ്തിയുള്ള ഒരാളല്ല എന്നതടക്കമുള്ള രീതിയിലേക്ക് ഇരുവരും സംസാരിക്കുന്ന കാര്യങ്ങളാണ്, ഓഡിയോ സംഭാഷണമാണ് പുറത്തു വരികയും ചെയ്തത്. ഇതിനുശേഷം ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ രണ്ട് നേതാക്കളും ബിനോയ് വിശ്വത്തെ കണ്ട മാപ്പ് പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. അതിലാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇതിൽ മാപ്പ് പറയേണ്ട കാര്യങ്ങളോ അത്തരം കാര്യങ്ങൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം എറണാകുളം CPIയുടെ കമ്മിറ്റിയിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കടക്കം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിലനിൽക്കുന്നതാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ അനുരണനങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. തന്നെ ആരും വിമർശിച്ചിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ ബിനോയ് വിശ്വത്തെ നേരിട്ട് കണ്ട് ഇരുവരും മാപ്പ് പറഞ്ഞു എന്ന കാര്യങ്ങൾ കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. തത്വത്തിൽ ഇപ്പോൾ അത്തരം ഒരു വിവാദം, ഒരു ഓഡിയോ വിവാദം ഒരു അടഞ്ഞ അധ്യായമാക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. രണ്ടുപേരും ബിനോയ് വിശ്വത്തെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ നടപടിയെടുക്കാത്തതാണ് രണ്ടുപേരെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളം മണ്ഡലം സമ്മേളനം നടക്കുകയാണ്. അവിടെ ബിനോയ് വിശ്വവും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി KM ദിനകരനും കമലാ സദാനന്ദനും എത്തിയിട്ടുണ്ട്. ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും നൽകിയത്.